നമസ്കാരം. നമ്മളിലും നമുക്ക് ചുറ്റുമായി ഊർജം നിലനിൽക്കുന്നതാണ്. ഇവ ഏതെല്ലാം തരത്തിലെന്ന് വ്യക്തമായി പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല. എന്നാൽ പൊതുവെ പോസിറ്റീവ്, നെഗറ്റീവ് ഊർജം എന്ന് പരാമർശിക്കുന്നതാകുന്നു. എപ്രകാരം നമ്മളിൽ കൂടുതൽ പോസിറ്റീവ് ഊർജം അഥവാ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കണം എന്ന് പറയുന്നുവോ, അതേപോലെ ഒരു വീടാകണം എങ്കിൽ ആ വീട്ടിൽ ഈശ്വരാധീനം നിറഞ്ഞ് നിൽക്കേണ്ടതാകുന്നു. ഇതിനാൽ വാസ്തുപ്രകാരം വീട് നിർമ്മിച്ചാൽ മാത്രം പോരാ, മറിച്ച് വീട്ടിൽ ചില ചെടികൾ വയ്ക്കുകയും അവ പരിപാലിക്കുകയും ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരും. സ്ഥല പരിമിതികൾ കാരണം പലരും വീടിന് മുകളിൽ അഥവാ ടെറസിൽ ചെടികൾ വയ്ക്കുന്നതാകുന്നു. ഇവയിൽ ചിലത് പാടുള്ളതല്ല, എന്നാൽ ചിലത് ഇവ വയ്ക്കുന്നതിലൂടെ അതീവ ശുഭകരമായ ഫലങ്ങൾ നൽകുകയും ചെയ്യും. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ആദ്യം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ചെറിയ ചട്ടികളിലാണ് വളർത്തേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വലിയ ചട്ടികൾ കഴിവതും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഇനി അഥവാ അത്തരത്തിലാണ് നട്ട് വളർത്തിയിരിക്കുന്നത് എങ്കിൽ പോലും ചെറിയ ചട്ടികളിലേക്ക് മാറ്റുവാൻ സാധിക്കുന്നു എങ്കിൽ അപ്രകാരം ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കുക. പടരുന്നതായ ചെടികൾ ഒരിക്കലും അധികം വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക. കഴിവതും അത്തരത്തിലുള്ളവ അധികം പടരാത്ത രീതിയിൽ തന്നെ വയ്ക്കണം എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. പൂക്കളുള്ള ചെടികൾ കൂടുതലായും വീടുകളിൽ ഇപ്രകാരം വയ്ക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്രകാരം ചെയ്യുന്നത് ആ വീടുകളിൽ പ്രധാനമായും പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് വളരെ സഹായകരമായി തീരും. നടുക്കായി വരരുത് എന്ന കാര്യവും, അതായത് ഒരു വീടിന്റെ മധ്യഭാഗത്തായി ഒരിക്കലും വരരുത് എന്നാണ് പറയുക. ആ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകണം. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ദോഷമായി ഭവിക്കും. അതിനാൽ ചെയ്യേണ്ടത് ആ ഭാഗം ഒഴിച്ചിടുക എന്ന കാര്യമാണ്. മറ്റു ഭാഗങ്ങളിലാകാം, എന്നാൽ ഈ ഭാഗത്ത് ഒരിക്കലും നിങ്ങൾ വയ്ക്കരുത്. കേടായവയാണ് എങ്കിൽ അത് ഒരു കാരണവശാലും നിലനിർത്തുവാൻ പാടുള്ളതല്ല. അവ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മുള്ളുള്ളതും സുഗന്ധം ഉള്ള പുഷ്പങ്ങൾ ഇല്ലാത്തതായവ നിങ്ങൾ തീർച്ചയായും വളർത്താൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. മുള്ളുള്ളതും സുഗന്ധമുള്ളതുമായ റോസാ പുഷ്പങ്ങൾ, അത്തരത്തിലുള്ള ചെടികൾ അനുകൂലമാണ് എങ്കിൽ പോലും അല്ലാത്ത ചെടികൾ, സുഗന്ധമില്ലാത്തതായ ചെടികളാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ബോൺസായി പോലുള്ള ചെടികൾ, മുരടിച്ച ചെടികൾ ഒരിക്കലും ഇപ്രകാരം നിങ്ങൾ വളർത്തുവാൻ പാടുള്ളതല്ല. ആരെങ്കിലും ഇപ്രകാരം വളർത്തുന്നുണ്ട് എങ്കിൽ അത് ദോഷകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പൊട്ടിക്കുമ്പോൾ പാൽ വരുന്ന വിധം ചെടികൾ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. അത്തരത്തിലുള്ള ചെടികളുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുന്നതായ കാര്യമായി മാറും. അതിനാൽ നിങ്ങൾ പരമാവധി അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. മുളക് പലരും വീടുകളിൽ വളർത്തുന്നതാണ്. എന്നാൽ ഇപ്രകാരം മുകളിൽ വളർത്തുകയാണ് എങ്കിൽ അത് ദോഷകരമായി ഭവിക്കും എന്നാണ് പറയുക. അത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ, പല രീതിയിലുള്ള മാനസികപരമായ ദുഃഖങ്ങൾ, വിഷമങ്ങൾ കടന്നു വരുന്നതിന് കാരണമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുകയും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ചില സസ്യങ്ങൾ വളർത്തുന്നത് ഏറ്റവും വിശേഷമാകുന്നു. ഇവയെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഇവ നിങ്ങളുടെ വീടിന്റെ മുകളിൽ നിൽക്കുകയാണ് എങ്കിൽ, ടെറസിൽ നിൽക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സൗഭാഗ്യവും ഐശ്വര്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിൽ ആദ്യത്തേതായ സസ്യം മുല്ലയാണ്. മുല്ലയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. വീടുകളുടെ ഉള്ളിൽ വളർത്തുവാൻ സാധിക്കുന്ന സസ്യം എന്ന പ്രത്യേകത മുല്ലയ്ക്കുണ്ട്. അതിനാൽ മുല്ല വീടുകളിൽ വളർത്തുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. പടരുന്നവയേക്കാൾ കുറ്റിമുല്ല വളർത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭം. എന്നാൽ വളർത്തുമ്പോൾ ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം. ആ ദിശ പടിഞ്ഞാറ് ദിശയാകുന്നു. പടിഞ്ഞാറ് ദിശയിൽ വളർത്തുക. ഐശ്വര്യങ്ങൾ, പോസിറ്റീവ് ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. മറ്റൊരു സസ്യം കറ്റാർ വാഴയാണ്. കറ്റാർ വാഴയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. ഏത് ദിശയിൽ വളർത്തുന്നതിലും തെറ്റില്ല. എന്നാൽ പ്രത്യേകിച്ചും ചില ദിശകൾ അനുകൂലമാകുന്നു. എന്നാൽ തെക്ക്, പടിഞ്ഞാറ് ദിശകളിൽ അല്ലെങ്കിൽ വടക്ക് ദിശയ്ക്ക് മുകളിലായി വളർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. മറ്റൊരു സസ്യം മണി പ്ലാന്റ് ആകുന്നു.
മണി പ്ലാന്റ് കിഴക്ക് ദിശയിൽ വളർത്തുന്നത് ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കാം. പടിഞ്ഞാറ് ദിശയിൽ വളർത്തുകയാണ് എങ്കിൽ പോലും അത് ധനപരമായ നേട്ടങ്ങൾക്ക് കാരണമായി തീരും എന്നാണ് പറയുക. കഴിവതും കിഴക്കിനേക്കാൾ പടിഞ്ഞാറ് ദിശയാണ് ഏറ്റവും ഉത്തമം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ദിശകൾക്ക് പ്രാധാന്യം നൽകാതെ നിങ്ങൾ വളർത്തുകയാണ് എങ്കിൽ ശരിയായ രീതിയിലുള്ള ഫലം ലഭിക്കണം എന്നില്ല. മണി പ്ലാന്റ് വളർത്തുന്നവർ ശരിയായ രീതിയിലുള്ള പരിപാലനം നടത്തേണ്ടതും അനിവാര്യമാണ്. അതല്ല എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതായ ഫലങ്ങൾ ലഭിക്കണം എന്നില്ല. മറ്റൊരു സസ്യം ഞവരയാകുന്നു, അഥവാ പനിക്കൂർക്ക എന്ന് പറയും. ഇത് കിഴക്ക് ദിശയിലാണ് വളർത്തേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കിഴക്ക് ദിശയിൽ വളർത്തുന്നത് ഏറ്റവും വിശേഷമായ ഫലം നിങ്ങൾക്ക് നൽകും. ആരോഗ്യവും സമ്പൽ സമൃദ്ധിയുമാണ് ഫലമായി വന്നു ചേരുക. വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും ഉത്തമമാകുന്നു. മറ്റൊരു സസ്യം തുളസിയാണ്. തുളസിയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. മഹാലക്ഷ്മി കടാക്ഷമുള്ള സസ്യം. വീടുകളിൽ വളർത്തുന്നതിലൂടെ ശരിയായി പരിപാലിക്കുന്നതിലൂടെ ലക്ഷ്മി നാരായണ കടാക്ഷം ആ വീടുകളിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. എന്നാൽ തുളസി കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിൽ വളർത്തുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. മറ്റൊന്ന് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം വീടുകളിൽ വിടരുന്നത് പോലും വളരുന്നത് പോലും ഏറ്റവും വിശേഷമാണ്. ഈശ്വരാധീനമുള്ള വീടുകളിൽ മാത്രം വളരുന്ന സസ്യം എന്ന പ്രത്യേകതയുണ്ട്. വടക്ക് ദിശയിൽ വളർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. വടക്ക് ദിശയിൽ നീല അല്ലെങ്കിൽ വെള്ള ശംഖുപുഷ്പം വളർത്തുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ആ വീടുകളിൽ സൗഭാഗ്യം ഇരട്ടിക്കും. മറ്റൊന്ന് നന്ദ്യാർവട്ടമാണ്. പടിഞ്ഞാറ് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ വളർത്തുകയാണ് എങ്കിൽ അത് ആ വീടിനും വീട്ടുകാർക്കും സൗഭാഗ്യം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. മറ്റൊരു സസ്യം തെച്ചിയാണ്. തെച്ചിക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. മഞ്ഞ നിറത്തിലുള്ള ചെത്തി അല്ലെങ്കിൽ ചുവന്ന ചെത്തിയാണ് എങ്കിലും മുകളിൽ വളർത്താം. എന്നാൽ മഞ്ഞ ചെത്തി തെക്ക് പടിഞ്ഞാറും പടിഞ്ഞാറ് ചുവന്ന ചെത്തി വളർത്തുന്നതും വിശേഷം തന്നെയാകുന്നു. സർപ്പോള വീടുകളിൽ വളർത്തുന്നതും ഉത്തമം തന്നെയാണ്. കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിൽ വളർത്തുക. റബ്ബർ പ്ലാന്റ് ആണ് എങ്കിൽ പടിഞ്ഞാറ് ദിശയിൽ വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിവതും ധാരാളം പൂക്കൾ തരുന്നതായ ചെടികൾ പടിഞ്ഞാറ്, തെക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറായി നടുക. സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ബാൽക്കണിയിൽ ചെടികൾ വയ്ക്കുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് സർവ്വ ഐശ്വര്യപ്രദമായ ഫലങ്ങൾ നൽകുക തന്നെ ചെയ്യും.